ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വെഹിക്കിൾ, അതായത് ടിയാഗോ EV എങ്ങനെയുണ്ട്. നാളെ ഒരാൾ ഞാൻ റോഡ് ബ്ലോക്ക് ചെയ്ത് ഒക്കെ ചോദിച്ചു എത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ട്, കുറേ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് എങ്ങനെയുണ്ട് വണ്ടി എന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ടിയാഗോ EV എടുത്തിട്ട് ഏകദേശം ഏപ്രിൽ മാസം ആകുമ്പോൾ 2 വർഷം തികയാണ്. ഞാൻ എടുത്ത വണ്ടി ടിയാഗോ EVയുടെ ലോങ് റേഞ്ച് ആണ്. നമുക്ക് ടിയാഗോ EVയിൽ 2 ടൈപ്പ് വണ്ടി വരുന്നുണ്ട്. ഒന്ന് നമുക്ക് ഒരു കമ്പനി പറയുന്നത് 250 കിലോമീറ്റർ ആണ്, പക്ഷെ അതൊരു 170 കിലോമീറ്ററേ മാക്സിമം കിട്ടുള്ളൂ. രണ്ടാമത്തെ വണ്ടി ഞാൻ എടുത്ത വണ്ടി അത് കമ്പനി പറയുന്നത് 315 കിലോമീറ്റർ ആണ്. ഞാനത് ഏറ്റവും നല്ല രീതിയിൽ, അതായത് നമ്മൾ സ്പീഡ് കൂട്ടുന്നതിനനുസരിച്ച് അതുപോലെ ഓരോ മൂഡ് മാറ്റുന്നതിനനുസരിച്ച് നമ്മൾ കിലോമീറ്റർ കുറയും. അപ്പോൾ ഞാൻ ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയ രീതിയിൽ പോയപ്പോൾ എനിക്ക് ആ വണ്ടി മാക്സിമം 250ഓളം കിലോമീറ്റർ വരെ മാക്സിമം അത് കിട്ടിയിട്ടുണ്ട്. ഞാൻ എടുക്കുന്ന സമയത്ത് നമ്മളെ ലോങ് റേഞ്ച് ടാറ്റ ടിയാഗോയ്ക്ക് ഏകദേശം 10.5 ലക്ഷം രൂപയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ എറണാകുളം പോയിട്ടുണ്ട്, അതുപോലെ തന്നെ കണ്ണൂർ പോയിട്ടുണ്ട്, അതുപോലെ വയനാട്, ബന്ദിപ്പൂർ, ആ വനമേഖലയിലൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പ്ലാന് ഊട്ടിയാണ്. പിന്നെ ഇതിൻ്റെ മീഡിയം റേഞ്ച് തന്നെ ആയിട്ട് ആളുകൾ ഊട്ടിയൊക്കെ പോയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ധൈര്യമായിട്ട് പോകാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഊട്ടിക്ക് പോകുന്നൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഊട്ടിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കൽപ്പറ്റ വഴിയാണ് പോകുന്നതെങ്കിൽ നമുക്ക് കൽപ്പറ്റയിൽ നിന്ന് റീചാർജ് ചെയ്യാം. അതുപോലെ വൈത്തിരി വഴിയാണ് പോകുന്നതെങ്കിൽ വൈത്തിരിയിൽ നിന്ന് റീചാർജ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നമ്മളെ ചാർജിങ് സ്റ്റേഷനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു നല്ലൊരു ഉപകാരമുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ വൈത്തിരിയിൽ നിന്നൊക്കെ ചാർജ് ഫുള്ളാക്കി ഏകദേശം ഗൂഡല്ലൂർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും ചാർജ് ചെയ്യാം. ഗൂഡല്ലൂർ നേരെ ഊട്ടിയിലും നമുക്ക് ചാർജിങ് സ്റ്റേഷനുകളുണ്ട്. അതുപോലെ നമ്മൾ ഇനിയിപ്പോൾ പൊതുവായിട്ടുള്ള ചാർജിങ് സ്റ്റേഷനിൽ പോകുന്നില്ലെങ്കിൽ ഒരുപാട് റിസോർട്ടുകളിൽ നമ്മളെ വെഹിക്കിൾ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ വരുമ്പോൾ ഊട്ടി ചുരം ഇറക്കാവുമ്പോൾ നമ്മളിതിന് 3 മോഡുകളുണ്ട്. അതായത് നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാർജ് ചെയ്യുന്ന സംവിധാനമുണ്ട്. അതിന് 3 മോഡുകളുണ്ട്. അതിലൊരു സെക്കൻഡിൽ ഇട്ട് വന്നാൽ മതി. സെക്കൻഡിൽ ഇട്ട് വരുമ്പോൾ നമ്മളെ വണ്ടി ഓട്ടോമാറ്റിക് ചാർജ് ആവും. അപ്പോൾ നമ്മളിപ്പോൾ ചുരം ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 88% ആണെങ്കിൽ നമ്മൾ അത് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അത് കൂടാനാണ് ചാൻസ്. നമുക്ക് അനുഭവമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വയനാട് പോയി വരുമ്പോൾ നമ്മൾ സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് വണ്ടി എടുത്തത്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഏകദേശം ഒരു 80% ചാർജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ ഏകദേശം മാനന്തവാടി എത്തി. മാനന്തവാടിയിൽ നിന്ന് നമ്മളെ മെയിൻ ചുരം ബ്ലോക്ക് അതിനെ കൊണ്ട് നമ്മൾ കുറ്റ്യാടി വഴിയായിരുന്നു വന്നത്. കുറ്റ്യാടി ചുരം ഇറങ്ങുമ്പോൾ നമ്മളെ വണ്ടി ഏകദേശം 42% ചാർജ് ആയിരുന്നുള്ളത്. ആ കുറ്റ്യാടി ചുരം ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ വണ്ടി ഏകദേശം 60%-70% ചാർജ് ആയിട്ടുണ്ട്. ആദ്യ ചാർജിൽ തന്നെ നേരെ കുറ്റ്യാടി പോയി അത്തൂളിക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഇലക്ട്രിക് വെഹിക്കിളായിട്ട് പോകുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്താക്കാൻ പാടില്ല, ചാർജ് മുട്ടിക്കാൻ പാടില്ല. ഏകദേശം ഒരു 30%, ഒരു 25% ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്താക്കണം, 30 ഏറ്റവും നല്ലത്. നമ്മൾ ചാർജ് ചെയ്യാൻ ശ്രമിക്കണം. അടുത്ത ചാർജിങ് സ്റ്റേഷനിൽ കയറി ചാർജ് ചെയ്യുന്നതാണ് നന്നാവുക. കാരണം ഇപ്പോൾ 20ൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും, ഒരുപാട് ക്യാഷും ആവും. ഒരു 30 to 100 ആകുമ്പോൾ നമുക്ക് വലിയ തോതിലുള്ള ക്യാഷിന് എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു 15% ആയിട്ട് ചാർജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു 10% ആയിട്ട് ചാർജ് ചെയ്യുമ്പോൾ അത്യാവശ്യം ക്യാഷും ആകുന്നുണ്ട്, സമയവും അധികം എടുക്കുന്നുണ്ട്. പിന്നെ അതൊരു 30 to അല്ലെങ്കിൽ ഒരു 25 to 100 ആകാൻ വേണ്ടിയിട്ട് വലിയ ഒരു ക്യാഷ് ആകുന്നില്ല നമുക്ക്. നമ്മളിപ്പോൾ ഈ ട്രിപ്പ് നമ്മൾ സുൽത്താൻ ബത്തേരി എത്തുമ്പോൾ നമ്മളെ വെഹിക്കിൾ ഏകദേശം 40% ആയപ്പോൾ നമ്മൾ ചാർജ് ചെയ്ത് 40% to 100 ആകാൻ വേണ്ടി നമുക്ക് ഏകദേശം 300 രൂപയാണ് ചാർജ് ആയിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് പ്ലഗ് ചാർജ് എന്നുള്ള ഒരു ആപ്പാണ്. അതിൽ എല്ലാ കമ്പനീൻ്റെയും ചാർജിങ് പോയിന്റുകൾ അതിൽ കാണിക്കും. അതായത് 30 കിലോ വാട്ടിൻ്റെ കാണിക്കും, 60 കിലോ വാട്ടിൻ്റെ കാണിക്കും, എല്ലാം കാണിക്കും. അപ്പോൾ നമ്മൾ അതിൽ സെലക്ട് ചെയ്ത് വെച്ചാൽ ഇപ്പോൾ 60 ആകുമ്പോൾ നമുക്ക് സ്പീഡിൽ ചാർജ് ആകും. പക്ഷേ വണ്ടിക്ക് ഇപ്പോൾ നല്ലത് 30 ചെയ്യുന്നതാണ്. 60 പെട്ടെന്ന് ചാർജ് ആകും. അപ്പോൾ ഒക്കെ നമുക്ക് ആ പ്ലഗ് ചാർജ് എന്ന ആപ്പ് കാണിക്കും. അപ്പോൾ അതിൻ്റെ ദൂരവും കാര്യങ്ങളൊക്കെ തന്നെ ആപ്പിലുണ്ടാകും. നമ്മൾ ആ ലൊക്കേഷൻ ഇട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ചാർജിങ് സ്റ്റേഷനിൽ എത്താൻ പറ്റും. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു സാധാരണ കാർ എടുത്ത് ഒരു ഡീസൽ പെട്രോൾ വണ്ടി എടുത്ത് പോകുന്നതിനെക്കാട്ടും ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമുക്ക് എന്തായാലും വണ്ടി ചാർജ് ചെയ്യാൻ 1 മണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ എന്തായാലും വേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ സമയം ലാഭിക്കാൻ വേണ്ടി നമ്മൾ എന്താക്കുക, ഒരു ഉച്ചയാകുന്ന സമയത്ത് നമ്മളെന്താക്കുക, ചാർജിങ് കയറ്റുക. ചിലപ്പോൾ എപ്പോഴും അങ്ങനെ പറ്റിക്കോളുന്നില്ല, എന്നാലും പരമായി നമ്മൾ ഒരു ഊണ് കഴിക്കുന്ന സമയത്ത് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും, ഊണ് കഴിക്കാൻ പറ്റും. ഇനിയിപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയമൊക്കെ ആണെങ്കിൽ പ്രാർത്ഥിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഏകദേശം വണ്ടി ഫുൾ ചാർജ് ആയിട്ടുണ്ടാവും. ഇടയിൽ ഇപ്പോൾ ധാരാളം
ചാർജിങ് കമ്പനീസ് ഉണ്ട്. ഇവോക്ക് ഉണ്ട്, പിന്നെ ചാർജ് മോഡ് ഉണ്ട്, ടാറ്റ ഉണ്ട്. ഇതൊക്കത്തിന് വേറെ വേറെ ആപ്ലിക്കേഷനാണ്. പക്ഷേ ഈ പ്ലഗ് ചാർജ് എന്ന ആപ്പ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ കമ്പനീൻ്റെയും ചാർജിങ് പോയിന്റുകൾ അതിൽ കാണിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഗുണം അതിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവോക്കിൻ്റെ ആപ്ലിക്കേഷൻ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ മാത്രം ചാർജിങ് പോയിന്റുകളെ കാണിക്കില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ പോകുന്ന വഴിക്ക് ബാക്കിയുള്ള ചാർജിങ് സ്റ്റേഷൻ ഇല്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈ ഒരു പ്ലഗ് ചാർജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ചാർജിങ് സ്റ്റേഷനുകളും ഇതിൽ കാണിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഗുണമുള്ളത്. പിന്നെ ഫുൾ ചാർജ് എപ്പോഴെങ്കിലും തീർന്നു പോയിട്ടുണ്ടോ എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്. അതിനൊരു മറുപടി പറയാം. ഒരു പ്രാവശ്യം ഹൈലൈറ്റ് മാളിൻ്റെ അടുത്ത് വെച്ചിട്ട് എൻ്റെ വണ്ടി ചാർജ് തീർന്ന് നിന്ന് പോയിട്ടുണ്ട്. ഭാഗ്യത്തിന് ഹൈലൈറ്റ് മാളിൻ്റെ കയറ്റം കയറി ആ പാർക്കിങ്ങിലേക്കുള്ള ഇറങ്ങുമ്പോഴാണ് തീർന്നു പോയിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റി ഒക്കെ തള്ളി എന്താക്കി നമുക്ക് ചാർജ് ചെയ്യുന്ന പോയിന്റിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ വന്ദിപ്പൂർ പോയി വരുമ്പോൾ ഒരു ടാറ്റൻ്റെ കെറവ് ചാർജ് കഴിഞ്ഞിട്ട് ഒരു ഡസ്റ്റർമ കെട്ടി വലിച്ച് കൊണ്ടുവന്ന് സ്റ്റാർട്ട് സ്റ്റേഷനിലേക്ക് കയറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് ചാർജ് കഴിഞ്ഞാലും നമുക്ക് എന്താക്കാം, വണ്ടി വീലൊക്കെ ഫ്രീ ആയിരിക്കും. അങ്ങനെ കെട്ടി വലിച്ച് കൊണ്ടുവരെ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും, കാരണം ഇപ്പോൾ ഒരുപാട് ചാർജിങ് സ്റ്റേഷനൊക്കെ വന്ന സ്ഥിതിക്ക് എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും. ഞാനിപ്പോൾ അതിനുള്ള പ്ലാനിങ്ങിലാണ്. ഇനിയിപ്പോൾ മറ്റുള്ളവരൊക്കെ പോയ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഊട്ടി ഒക്കെ പോയ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ ഊട്ടിക്കൊക്കെ പോയി വരുമ്പോൾ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് ചാർജ് അങ്ങനെ നഷ്ടപ്പെടില്ല, റീചാർജ് ആകാണ് ചെയ്യുക. ഇറങ്ങുമ്പോൾ ഓൾമോസ്റ്റ് ഇത് റീചാർജ് ആവും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ റീചാർജ് മോഡിൽ സെക്കൻഡ് ഓപ്ഷൻ, അതായത് ഒരു ബട്ടണാണ്, അതിൽ രണ്ടാമത്തെ തേർഡ് നോക്കി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഭയങ്കര പിടുത്തായിരിക്കും. സെക്കൻഡിൽ നല്ല സ്മൂത്തായിട്ട് വണ്ടി വരികയും ചെയ്യും, അത്യാവശ്യം നമുക്ക് ചാർജ് ആവുകയും ചെയ്യും. പിന്നെ വണ്ടിൻ്റെ ടയറിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പെട്ടെന്ന് തീർന്നു പോകുന്നത്. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം കമ്പനി തന്ന ടയർ തന്നെ എനിക്ക് ഏകദേശം 42,500 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അത് സാധാ ഒരു നോർമൽ വണ്ടി ഓടുന്ന ഒരു സമയം ഒരു ഇതിലെ മാക്സിമം അത്രയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എനിക്കത് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ടയർ മാറ്റിയത്. ഇപ്പോൾ പുതിയ EV എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡെയിലി ഓട്ടമുള്ളവരാണെങ്കിൽ മാത്രം എടുത്താൽ മതി. കാരണം ടിയാഗോൻ്റെ പെട്രോൾ വണ്ടിക്ക് നമുക്ക് മാക്സിമം ഒരു 5.5 ലക്ഷം റുപ്യൊക്കെ വരുള്ളൂ. പക്ഷേ ടിയാഗോ ഈ ഒരു ഇലക്ട്രിക്കിലേക്ക് വരുമ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം 9 ലക്ഷം 10 ലക്ഷം ഇപ്പോഴും ഉണ്ട് വണ്ടിക്ക്. 10 ലക്ഷത്തിൻ്റെ മേത്തിൽ ഇപ്പോഴും ഉണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ നമ്മളൊരു ഡബിൾ ക്യാഷ് ഇതിന് നമ്മളെന്താ കൊടുക്കണം. അപ്പോൾ ആ പൈസ നമുക്ക് ഓടി മുതലാകണം. അങ്ങനെ മുതലാവണമെങ്കിൽ നമ്മൾ എന്താക്കണം, ഡെയിലി ഓടാം. ഞാനിപ്പോൾ ഡെയിലി ചുരുങ്ങിയത് ഒരു 100 കിലോമീറ്റർ ഓടുന്ന ആളാണ്. ഇറങ്ങുന്ന എല്ലാ വണ്ടിക്കും ബാറ്ററിക്ക് ലൈഫ് ടൈം വാറണ്ടി നൽകുന്നുണ്ട്. ഞാൻ എടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ 8 വർഷം ബാറ്ററി അല്ലെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്ററാണ് തന്നിരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ കമ്പനിയും എനിക്ക് തോന്നുന്നുണ്ട് ലൈഫ് ടൈം വാറണ്ടി ആണ്. ഉപയോഗിക്കുന്ന രീതി ഒന്ന് ഞാൻ പറഞ്ഞുതരാം. വണ്ടി സിമ്പിളാണ്. നമ്മൾ ഓട്ടോമാറ്റിക് കാർ ഓടിക്കുന്നതിനേക്കാൾ സുഖമാണ് ഈ വണ്ടി ഓടിക്കാൻ. ഗിയർ ബോക്സ് ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ നോബാണ്, ഇത്തരത്തിലുള്ളൊരു നോബാണ്. അപ്പോൾ ന്യൂട്രലാണ് വണ്ടി ഉള്ളത്. ഇത് നമ്മൾ ഡീലാക്കി കഴിഞ്ഞാൽ, ഇത് മുന്നോട്ടാക്കി കഴിഞ്ഞാൽ ഡീലാവും. ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂട്രൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഓറഞ്ച് ലൈറ്റ് ഡീലേക്ക് വരും. അപ്പോൾ ഡീലേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ല, ആക്സിലേറ്റർ ചവിട്ടുക, വണ്ടി മുമ്പോട്ട് പോകും. പിന്നെ ആക്സിലേറ്ററും ബ്രേക്കുമാണ് നമുക്കുള്ളത്. പിന്നെ അത് എസ്സിലായി കഴിഞ്ഞാൽ കുറച്ചും കൂടി വണ്ടിക്ക് പവറുള്ള മോഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ കൊച്ചിയൊക്കെ പോവുകയാണെങ്കിൽ ഹൈവേ പിടിക്കുമ്പോൾ എസ്സിലിട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. ചാർജ് പെട്ടെന്ന് തീരും. കാരണം നമ്മൾ തൃശ്ശൂരൊക്കെ എത്തുമ്പോൾ തന്നെ റീചാർജ് ചെയ്യേണ്ടി വരും. ഒരു 20% കിട്ടും. നമ്മൾ സ്പീഡ് ആക്സിലേറ്റർ നല്ലോണം കൊടുക്കുന്നതിനനുസരിച്ച്, അതായത് ഒരു 80ൻ്റെ മുകളിലോട്ട് വണ്ടി പോകുമ്പോൾ ചാർജ് ഓൾറെഡി എന്താക്കും, വേഗം തീരും. അതനുസരിച്ച് നമ്മളിപ്പോൾ വയനാടൊക്കെ പോവുകയാണെങ്കിൽ കൊച്ചി പോകുന്ന അത്ര ചാർജ് എടുക്കില്ല. കാരണം നമ്മളൊരു 60-70 നമ്മൾ വണ്ടി ഓടിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇറങ്ങുമ്പോൾ ചുരക്ക് അതിനെക്കൊണ്ട് നമുക്ക് കുറച്ച് ചാർജ് ലാഭം കിട്ടും. പക്ഷേ നമ്മൾ നിർത്താണ്ട് അടിച്ച് വിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വേഗം ചാർജ് തീർന്നിട്ടോ. ഡീസലൊക്കെ കത്തുന്ന പോലെ തന്നെ. ഇപ്പോൾ നമ്മളിപ്പോൾ സാധാ പെട്രോൾ വണ്ടി ആക്സിലേറ്റർ ചവിട്ടി പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്രോൾ മൈലേജ് കുറയല്ലോ. അതേ സിസ്റ്റം തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മോഡ്. ഇത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഇതാണ്ടോ, സിഗ്നൽ കണ്ടോ, ഇത് കുറയ്ക്കാനുള്ള ഇതാണ്. ഒന്ന് നിൽക്കുമ്പോൾ കുറയ്ക്കാനുള്ള നിൽക്കുമ്പോൾ കുറയും. അപ്പോൾ നമ്മളിപ്പോൾ ഊട്ടി ചുരമൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഇതിപ്പോൾ മോഡ് കത്തി കണ്ടില്ല ഡിസ്പ്ലേയിൽ. അപ്പോൾ സെക്കൻഡാണിത്, സെക്കൻഡിലിട്ട് ഇറങ്ങുന്നതാണ്.
ഏറ്റവും നല്ലത്. പിന്നെ ഇതിൽ ഡിസ്പ്ലേയിൽ എത്ര ചാർജ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്, ചാർജ് ചെയ്യുമ്പോൾ ചാർജ് ചെയ്യുന്നു കാണിക്കും, അങ്ങനെ സിഗ്നൽ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോൻ്റെ ഇടയിൽ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോളി, എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാനത് തീർത്തരാം.